മൺട്രോ തുരുത്തിൽ ചേരിക്കടവിന് സമീപം കണ്ടൽ വനങ്ങൾ കല്ലറയാറിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കടപുഴകുന്നു. കണ്ടൽ സമ്പത്ത് നശിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ടൂറിസം മേഖലയും പ്രതികൂലമായി ബാധിക്കും. മൺട്രോ തുരുത്ത് തേവലക്കര പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കല്ലറയാർ അഷ്ടമുടിക്കായൽ സംഗമസ്ഥാനത്തെ ചേരിക്കടവിലാണ് കണ്ടലുകൾ കടപുഴുകുന്നത്. റൈസോഫോറ എന്ന ഭ്രാന്തൻ കണ്ടലുകളാണ് കല്ലറയാറിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നശിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി തുടരുന്ന ശക്തമായ വേലിയിറക്കത്തെ തുടർന്ന് വെള്ളത്തിന്റെ നീരൊഴുക്കിൽ കരകവർന്ന് കടലുകൾ മൂടോടെ കായലിൽ പതിക്കുന്നു. മൺട്രോ തുരുത്തിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇടവഴിഞ്ഞ ഒരു ഇതാണുള്ളത് കണ്ടലുകൾക്ക്. അപ്പോൾ ഈ കണ്ടലുകൾ ആണ് മൺട്രോ തുരുത്ത് ടൂറിസം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് കണ്ടലുകൾ നിലനിൽപ്പിൻ്റെ ഒരു ഭീഷണി നേരിടുകയാണ്. പ്രകൃതിയിലുണ്ടാകുന്ന ഒഴുക്കുകളും മറ്റും ചേർന്നുകൊണ്ട് പല കണ്ടലുകളെയും മറിച്ചു കളയുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി അതിനൊരു സംരക്ഷണം തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ മൺട്രോ തുരുത്തിന് ഇന്നത്തെ ടൂറിസത്തിൻ്റെ ഭാവി വളരെ അനിശ്ചിതത്തിലാകും. അതുകൊണ്ട് അടിയന്തരമായി അധികൃതർ ഇതിൻ്റെ സംരക്ഷണം തീർക്കണമെന്നാണ് പറയാനുള്ളത്. കണ്ടൽ സമ്പത്ത് നശിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊപ്പം ടൂറിസം മേഖലയും പ്രതികൂലമായി ബാധിക്കും. എന്നുമാത്രമല്ല, കരിമീൻ, ഞണ്ട്, കണമ്പ്, വിവിധയിനം ചെമ്മീനുകൾ, മരത്തി, തേട്, കൂരി, ചെമ്പല്ലി ഉൾപ്പെടെ നാടൻ മത്സ്യസമ്പത്തിന്റെ ശോഷണത്തിനും കാരണമാകും. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും ടൂറിസം മേഖലയ്ക്കും ഇത് തിരിച്ചടിയാകും. കാലാവസ്ഥാ വ്യതിയാനം നല്ല നിലയിൽ മൺട്രോ തുരുത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. മനുഷ്യവാസം പോലും ഇവിടെ അസാധ്യമായ തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ആഗോളതാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ വേലിയേറ്റം സ്ഥിരമായി നിൽക്കുന്ന ഒരു പ്രതിഭാസം. അതിനൊപ്പമാണ് ഈ ഒഴുക്കിൽപ്പെട്ട് ഇതുപോലെയുള്ള കണ്ടൽ സമ്പത്ത് നശിക്കുന്നത്. കണ്ടലില്ലെങ്കിൽ മൺട്രോ തുരുത്തില്ല. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.